നിക്ഷേപകർക്ക് പണം തിരിച്ചു നൽകി ഇടപാട് സാധാരണ നിലയിലായ കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിനെ വീണ്ടും തെരഞ്ഞെടുപ്പിൽ ചർച്ചയാക്കുന്നത് ബിജെപിയുടെ കുഴൽപ്പണം മറച്ചുവെക്കാനെന്നാണ് CPM പറയുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ കുഴൽപ്പണം ഇറക്കിയ തൃശൂരിൽ അത് വീണ്ടും ബിജെപിയെ തിരിഞ്ഞുകൊത്തുകയാണ്. കൊടകര കുഴൽപ്പണ കവർച്ച കേസ് അന്വേഷിച്ച പോലീസ് റിപ്പോർട്ടിൽ ബംഗളൂരുവിൽ നിന്ന് കള്ളപ്പണം കടത്തിയതിൽ BJP നേതാക്കളുടെ പങ്ക് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി ആരോപിക്കുന്നുണ്ട്. കൊടകര കേസ് സംബന്ധിച്ച റിപ്പോർട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനും നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 41.4 കോടി രൂപയാണ് BJP സംസ്ഥാനത്ത് കള്ളപ്പണമായി ഒഴുക്കിയത്. 2021 ഏപ്രിൽ 4 പുലർച്ചെ കൊടകരയിൽ കൃത്രിമ വാഹനാപകടമുണ്ടാക്കി കവർന്ന 3.5 കോടി രൂപ BJP തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കൊണ്ടുവന്നതാണെന്ന് പോലീസ് അന്വേഷണത്തിലാണ് തെളിഞ്ഞത്. ആർക്കൊക്കെ എവിടെ വെച്ച് പണം കൈമാറിയെന്ന് ചാർട്ട് സഹിതം റിപ്പോർട്ട് കൈമാറിയിട്ട് 2.5 വർഷമായെങ്കിലും പ്രാഥമിക അന്വേഷണത്തിനു പോലും ED തയ്യാറായില്ല. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ആലത്തൂരിലെ NDA സ്ഥാനാർത്ഥിയെ പ്രധാനമന്ത്രി വിളിച്ച് കരുവന്നൂരിലെ നിക്ഷേപകർക്ക് പണം നൽകുമെന്ന് ഉറപ്പ് നൽകിയെന്ന വാർത്തയിലും ദുരൂഹതയുണ്ട്. കരുവന്നൂർ ഉൾപ്പെടുന്ന പ്രദേശം തൃശൂർ പാർലമെന്റ് മണ്ഡലത്തിലാണ്. തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ വിളിക്കാതെ ആലത്തൂരിൽ ഒരു ദിവസം മുൻപ് മാത്രം പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥിയോട് ഇക്കാര്യം പറഞ്ഞത് മറ്റു ചിലതുകൂടി മറയ്ക്കാനും പ്രചരണത്തിനുമായിരിക്കുമെന്നാണ് സൂചന. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി മത്സരിച്ച തൃശൂർ നിയമസഭാ മണ്ഡലത്തിൽ മാത്രം 15 കോടി രൂപയാണ് കള്ളപ്പണം ഇറക്കിയത്. കൊടകര കുഴൽപ്പണം അന്വേഷിച്ച പോലീസ് EDക്ക് നൽകിയ റിപ്പോർട്ടിലും ഇക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട്. കരുവന്നൂർ സഹകരണ ബാങ്ക് വായ്പാ ക്രമക്കേടിൽ മുഖ്യപ്രതികളായി ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച മുൻ സെക്രട്ടറി TR സുനിൽകുമാർ, മുൻ മാനേജർ ബിജു കരീം എന്നിവരെ ED മാപ്പുസാക്ഷികളാക്കുകയും അന്വേഷണം വഴിതിരിച്ചുവിടുകയും ചെയ്തെന്നും CPM ആരോപിക്കുന്നു. രണ്ടാം UPA സർക്കാരിന്റെ പതനത്തിന് കാരണമായ സ്പെക്ട്രം അഴിമതി നരേന്ദ്രമോദി ഭരണകാലത്തും ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ തുടർന്നതായി റിപ്പോർട്ടുണ്ടെന്നും CPM ആരോപിക്കുന്നുണ്ട്. ഭാരതി എയർടെൽ ഗ്രൂപ്പിന് ഉപഗ്രഹ സ്പെക്ട്രം ലഭിക്കാൻ ലേല പ്രക്രിയ ഒഴിവാക്കിയതോടെ ഇലക്ട്രൽ ബോണ്ട് വഴി BJPക്ക് ലഭിച്ചത് 150 കോടി രൂപയാണ്. 2 ഘട്ടമായാണ് ഭാരതി എന്റർപ്രൈസസ് BJPക്ക് വേണ്ടി ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയതെന്നും രേഖകളിൽ വ്യക്തമാണ്. 10 വർഷം നീണ്ടുനിന്ന UPA സർക്കാരുകൾക്ക് അന്ത്യം കുറിച്ചത് സ്പെക്ട്രം അഴിമതി കുംഭകോണമായിരുന്നു. രണ്ടാം UPA സർക്കാർ അനുവദിച്ച 122 സ്പെക്ട്രം ലൈസൻസുകൾ 2012 സുപ്രീം കോടതി അസാധുവാക്കി. സ്പെക്ട്രം വിതരണം ലേല പ്രക്രിയയിലൂടെ വേണമെന്ന് സുപ്രീം കോടതി കർശനമായി നിർദ്ദേശിക്കുകയും ചെയ്തു. ഈ സ്പെക്ട്രം അഴിമതി അടക്കം ഉയർത്തിക്കാട്ടിയാണ് 2014 മോദി സർക്കാർ അധികാരത്തിലെത്തിയത്. എന്നാൽ ഭരണത്തിലെത്തിയതോടെ BJPയുടെ നിലപാട് തന്നെ മാറി. ഉപഗ്രഹ സ്പെക്ട്രത്തിന്റെ വിതരണത്തിൽ BJP സർക്കാരും ലേല പ്രക്രിയ ഒഴിവാക്കി. വിതരണ ചുമതല സർക്കാരിന്റെ ഉത്തരവാദിത്വമായി മാറ്റി 2023 ഡിസംബറിൽ പുതിയ ടെലികോം നിയമം പാർലമെന്റിൽ തിരക്കിട്ട് പാസാക്കി. GMPCS ലൈസൻസ്, ഇൻസ്പേസ് അംഗീകാരം എന്നിവയുള്ള കമ്പനികൾക്ക് ഉപഗ്രഹ സ്പെക്ട്രത്തിനായി അപേക്ഷിക്കാമെന്നാണ് മോദി സർക്കാർ കൊണ്ടുവന്ന ടെലികോം നിയമത്തിലെ വ്യവസ്ഥയെന്നും CPM അഭിപ്രായപ്പെടുന്നു. ഈ 2 നിർബന്ധ യോഗ്യതകളും ഭാരതി എന്റർപ്രൈസസിന്റെ കമ്പനിയായ OneWeb ഇന്ത്യക്ക് മാത്രമാണ് നിലവിലുള്ളത്. ഇതോടെ ഭാരതി ഗ്രൂപ്പിന് ഉപഗ്രഹ സ്പെക്ട്രം ലഭിച്ചു. ഇതിന് പ്രത്യുപകാരമായി 150 കോടിയാണ് ഇലക്ട്രൽ ബോണ്ട് വഴി BJPക്ക് ലഭിച്ചതെന്നും കണക്കുകളിൽ നിന്ന് വ്യക്തം. 2023 നവംബറിൽ 100 കോടിയാണ് ബോണ്ട് വഴി BJPക്ക് ലഭിച്ചത്. പിന്നാലെ ഡിസംബറിൽ 143 പ്രതിപക്ഷ MPമാരെ സസ്പെൻഡ് ചെയ്ത ഘട്ടത്തിൽ പുതിയ ടെലികോം ബിൽ സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസാക്കി. പിന്നീട് ജനുവരിയിൽ 50 കോടിയും ഭാരതി BJPക്ക് കൈമാറിയെന്നും വെബ്സൈറ്റ് വഴി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട രേഖകളിൽ വ്യക്തമാക്കുന്നുവെന്നും CPM ചൂണ്ടിക്കാട്ടുന്നുണ്ട്.